സ്വാമി ശരണം. ഇന്ന് നമ്മുടെ ഹൈന്ദവ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് സീരിയൽ ഭ്രമം. സീരിയലുകളുടെ മായാലോകത്ത് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ചടഞ്ഞിരുന്ന് വിലയേറിയ സമയം നഷ്ടപ്പെടുത്തുകയാണ് ഇന്ന് മിക്ക സ്ത്രീകളും. വിലപ്പെട്ട എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും സീരിയൽ കാണാതിരിക്കാൻ കഴിയില്ല എന്ന ഒരുതരം മാനസിക ചിന്തയാണ് നമ്മുടെ സ്ത്രീ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. സന്താന പരിപാലനം എന്നല്ല, സ്വന്തം പ്രാഥമിക ആവശ്യങ്ങൾ പോലും ഈ സീരിയൽ ഭ്രമത്തിൽ നമ്മുടെ മംഗമാർ മറന്നു പോകുകയാണ്. അടുത്ത കാലത്ത് മാത്രമുണ്ടായ ഈ സീരിയൽ വിപ്ലവം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സ്ത്രീ സമൂഹത്തെ നിഷ്ക്രിയരും മൂല്യങ്ങളിൽ നിന്ന് അകന്നവരും ചണ്ടികളുമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് നാം കാണാതിരുന്നുകൂടാ. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഹൈന്ദവ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇത്. ഹൈന്ദവ ഭവനങ്ങളിൽ രാമനാമം മുഴങ്ങേണ്ട സന്ധ്യാസമയങ്ങളിൽ ഇന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് അമ്മായിയമ്മ പോരും ചതിയും വഞ്ചനയും അവിഹിതവും കുതന്ത്രങ്ങളും നിറഞ്ഞ കണ്ണീർ സീരിയലുകളുടെ ശബ്ദങ്ങളാണ്. പക്ഷേ അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യ അജണ്ട ഹൈന്ദവർ തിരിച്ചറിയുന്നുണ്ടോ? ഇല്ല. ഏതു സീരിയൽ നിങ്ങൾ എടുത്തു നോക്കിയാലും അതിൽ ഹൈന്ദവ കഥാപാത്രങ്ങളെ മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു ക്രിസ്ത്യൻ കഥാപാത്രമുണ്ടോ? ഇല്ല. ഒരു മുസ്ലിം കഥാപാത്രമുണ്ടോ? ഇല്ല. ഭൂരിഭാഗം ഇസ്ലാം വിശ്വാസികളും സന്ധ്യാസമയം സീരിയൽ വയ്ക്കാറേയില്ല. ക്രിസ്ത്യൻ വിശ്വാസികളും ഏറെക്കുറെ അങ്ങനെ തന്നെ. ഇത്തരം അവിഹിതങ്ങളും ചതിയും വഞ്ചനയും അമ്മായിയമ്മ പോരും ആവേശത്തോടെ കാണുന്നതെല്ലാം നമ്മൾ ഹൈന്ദവ ഭവനങ്ങളിൽ ഉള്ളവരാണ്. കുടുംബമായി ഒന്നിച്ചിരുന്ന് കാണാൻ കൊള്ളാവുന്ന ഒരു നല്ല കഥയെങ്കിലും സീരിയലിന് വേണ്ടി എടുക്കാറുണ്ടോ? ഇല്ല. ഇത്തരം ചതിയും അവിഹിതവും അമ്മായിയമ്മ പോരും നിരന്തരമായി കണ്ട് മനസ്സിൽ ആഴത്തിൽ പതിയുന്ന പെൺകുട്ടികൾ ഇന്ന് അത് ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ മടി കാണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരിക്കലും അവസാനിക്കാത്ത എപ്പിസോഡുകൾ കണ്ട് കണ്ണീർ വാർക്കുകയാണ് മിക്ക സഹോദരിമാരും. അവനവളെ കല്യാണം കഴിക്കുമോ? ഇനി ആണെന്ന് വച്ചാൽ തന്നെ അവളുടെ അമ്മ അല്ലെങ്കിൽ അവന്റെ അമ്മ അതിന് സമ്മതം മൂളുമോ? തുടങ്ങി പ്രേക്ഷകരെ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തി ഓരോ എപ്പിസോഡും അവസാനിക്കുമ്പോൾ അടുത്ത എപ്പിസോഡിനായി അക്ഷമരായി കാത്തിരിക്കുകയാണ് ഈ പെൺവർഗം എന്നത്. കുടുംബകലഹങ്ങളും ദാമ്പത്യ തകർച്ചകളുമാണ് മിക്ക സീരിയലുകളുടെയും ഇതിവൃത്തം. അതുകൊണ്ട് തന്നെ ഈ അനുഭവങ്ങളെ സ്വന്തം ജീവിത അനുഭവങ്ങളിലേക്ക് പകർത്തപ്പെടുകയും തന്മൂലം കുടുംബകലഹങ്ങളും ദാമ്പത്തിക തകർച്ചകളും സീരിയൽ മോഡലിൽ ഈ കുടുംബങ്ങളിൽ നടക്കുകയും ചെയ്യുകയാണ്. ഹൈന്ദവ കഥാപാത്രങ്ങളാണ് എല്ലാവരും തന്നെ. എന്തുകൊണ്ടാണ് ഇത്തരം സീരിയലുകളിൽ മറ്റു മതസ്ഥരുടെ കഥകൾ വരാത്തത്, മറ്റു കഥാപാത്രങ്ങൾ വരാത്തത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹൈന്ദവ കുടുംബങ്ങളെ തകർക്കാനും ഹൈന്ദവനെ താറടിച്ചു കാണിക്കുവാനും പടച്ചുവിടുന്ന ഇത്തരം ദുഷ്ടിച്ച കഥകൾ നിറഞ്ഞ സീരിയലുകൾ ഒരിക്കലും കുട്ടികളെ നിങ്ങൾ കാണിക്കരുത്. കഴിയുമെങ്കിൽ അമ്മമാരും ഇത് കാണാതിരിക്കാൻ ശ്രമിക്കും. മനസ്സിന് ഉല്ലാസം പകരുന്ന, നമ്മളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന പ്രോഗ്രാമുകളാണ് നിങ്ങൾ കാണാൻ ശ്രമിക്കേണ്ടത്. നമ്മൾ ഹൈന്ദവ കുടുംബങ്ങളെ മോശമായി ചിത്രീകരിച്ചു വിടുന്ന ഇത്തരം സീരിയലിന്റെ ദുഷ്ടവശങ്ങൾ കുട്ടികളെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുക. അവ കണ്ട് നിങ്ങൾ ജീവിതത്തിൽ പാഴാക്കുന്ന സമയം മറ്റ് പ്രയോജനകരമായ കാര്യങ്ങൾക്ക് നിങ്ങൾ ഒന്ന് വിനിയോഗിച്ചു നോക്കൂ. ജീവിതത്തിൽ സമയം എന്നത് വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ വീടുകൾ ഇത്തരത്തിലുള്ള അധാർമികതയുടെ പണിപ്പുരകളാകുമ്പോൾ ഇതിലും വലിയ നീചകൃത്യങ്ങൾ സമൂഹത്തിൽ ഉടലെടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മുടെ സുന്ദരമായ സംസ്കാരത്തെ നാം അറുത്തു മാറ്റുമ്പോൾ മറ്റേതോ നീചമായ സംസ്കാരം നമ്മിൽ ആധിപത്യം ഉറപ്പിക്കുകയാണ് എന്ന് ഓർക്കുക. സന്ധ്യാസമയങ്ങളിലെ സീരിയലുകൾക്കാണ് റേറ്റിംഗ് കൂടുതൽ. ആ സമയം വിളക്ക് കൊളുത്തി നാമം ജപിക്കേണ്ട സമയമാണ്. അപ്പോൾ പേരിന് ഒരു സൈഡിൽ വിളക്കും കത്തിച്ചു വെച്ച് മറു സൈഡിൽ ചിന്ത മുഴുവൻ സീരിയൽ എന്തായി എന്നാകും. അങ്ങനെ ചെയ്യാതെ ആ സമയത്ത് നാമം ജപിച്ച് മറ്റ് നല്ല പരിപാടികൾ കാണുവാനും ചിന്തിക്കുവാനും നിങ്ങൾ സമയം വിനിയോഗിക്കൂ. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ജീവിതത്തിൽ സമയം എന്നത് വളരെ വിലപ്പെട്ടതാണ്. അത് പ്രയോജനപരമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക.